നമസ്കാരം. തിരുവനന്തപുരത്തിന് ഇതെന്തു പറ്റി? തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് എന്തായിരിക്കും? ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് പോളിംഗിനു ശേഷം ഏത് തരത്തിലാണ് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത്? തിരുവനന്തപുരത്ത് അറിയാമല്ലോ, UDFിൻ്റെ സ്ഥാനാർത്ഥി ശശി തരൂർ. ആ UDFിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള ശശി തരൂരിൻ്റെ വോട്ട് ചോർന്നെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം അടക്കം ആശങ്കപ്പെടുന്നത്. നഗരത്തിലെ മണ്ഡലങ്ങളിൽ തരൂരിൻ്റെ വോട്ടുകൾ വ്യാപകമായി ചോർന്നു. അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏകദേശം 274 ബൂത്തുകളിൽ കോൺഗ്രസിന് ഏജന്റുമാരില്ലായിരുന്നു. ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഏജന്റിനായി അഭ്യർത്ഥിക്കുന്നതാണ് ഒരു ഫോൺ സംഭാഷണം, അത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വോട്ടേഴ്സ് ലിസ്റ്റ് വെരിഫിക്കേഷൻ നടത്തിയില്ലെന്ന നേതാവിൻ്റെ കുറ്റസമ്മതവും ആ ഫോൺ കോളിൽ നിന്ന് വ്യക്തമായിട്ട് മറ്റുള്ള അവർ അറിയുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളിയെ ഏജന്റ് ആക്കാനുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെയാണ് നഗരത്തിലെ പ്രധാന മണ്ഡലങ്ങളായിട്ടുള്ള കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം ഇവിടങ്ങളിലൊക്കെ ശശി തരൂരിന് വലിയ വോട്ട് ചോർച്ച ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കോൺഗ്രസ് വോട്ടുകൾ പലതും പോൾ ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നു. മണ്ഡലത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 274 ബൂത്തുകളിലാണ് കോൺഗ്രസിന് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്നത് എന്നുള്ളതാണ് നേതാക്കളടക്കം പറയുന്നത്. താഴെത്തട്ടിൽ ഇതിൻ്റെ പ്രവർത്തനം ഒന്നും എത്തിയില്ല കോൺഗ്രസിൻ്റെ. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും പുറത്തു വരുന്നു. കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ഒരു BJP അക്കൗണ്ട് തുറക്കുക, അത് തലസ്ഥാന മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് എന്നാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത്. കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. നേതാക്കളൊക്കെ മറ്റിടങ്ങളിലെ പ്രചരണത്തിനായിട്ടൊക്കെ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇക്കുറി വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടന്ന 2 ഇടങ്ങളിൽ ഫലം ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. അത് തൃശ്ശൂരും തിരുവനന്തപുരമാണ്. ഈ മണ്ഡലങ്ങളിൽ വലിയ ത്രികോണ മത്സരമാണ് നടന്നത്. ശശി തരൂരിന് ശക്തനായിട്ടുള്ള എതിരാളിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നതോടുകൂടിയാണ് തിരുവനന്തപുരം ഇങ്ങനെ പ്രവചനാതീതമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേദിയായി മാറിയത്. തലസ്ഥാന മണ്ഡലം BJP സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പൊരുതിയ തിരഞ്ഞെടുപ്പിൽ താൻ വിജയിക്കുമെന്ന് തന്നെയാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ നേതാവുള്ള ശശി തരൂരടക്കം അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നത്. ഇതിനിടയിലാണ് കോൺഗ്രസ്സിന് ഒരു വെല്ലുവിളിയായിട്ട് ഒരു വലിയ അടിയൊഴുക്ക് ഉണ്ടായിരുന്നു എന്നൊരു സംശയം ഇപ്പോൾ ശക്തമായിട്ട് ഉണ്ടാകുന്നത്. കോൺഗ്രസ് ക്യാമ്പിൽ ആശങ്ക വിതറിക്കൊണ്ടാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പത്രവാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് തുറക്കുന്നത് തലസ്ഥാന മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാണ് ചില മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ഇൻ്റലിജൻസ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകി എന്നതാണ് പത്രവാർത്തയിൽ നിന്നൊക്കെ വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയും. അതായത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നേരിയ വോട്ടിനായാൽ പോലും വിജയിക്കുമെന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ നിഗമനമെന്നതാണ് പത്രവാർത്ത. ഈ വാർത്തകൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന് കണ്ടറിയാം. എന്തായാലും അതേസമയം BJP വലിയ പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂരിൽ അവിടെ സുരേഷ് ഗോപി വിജയിക്കില്ല എന്നാണ് ഇൻ്റലിജൻസ് പറയുന്നത്. തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാറിന് വിജയസാധ്യത കൂടുതലാണ് എന്നാണ് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ അവലംബിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പത്രവാർത്തകളാക്കി പുറത്തു വരുന്നത്. അതേസമയം സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ UDFന് മേൽക്കൈയുണ്ട് എന്ന് തന്നെയാണ് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. LDFിൻ്റെ സിറ്റിംഗ് മണ്ഡലമായിട്ടുള്ള ആലപ്പുഴ അടക്കം ഏകദേശം 14 UDFന് ലഭിക്കുകയും ശേഷിച്ച 4 UDFും LDFും ഒപ്പത്തിനൊപ്പം എന്നുമാണ് റിപ്പോർട്ടുകൾ. ഇവിടെ ഈ ആറ്റിങ്ങൽ, മാവേലിക്കര, ചാലക്കുടി, പാലക്കാട് ഇവയാണ് ഈ 4 മണ്ഡലങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം അത് UDFനെ ഇവിടെ തുണയ്ക്കുകയാണ്. അത്തരത്തിൽ തുണയ്ക്കുമെന്നും ഇക്കാരണത്താൽ ഈ 4 മണ്ഡലങ്ങളിൽ മിക്കതും ഏകദേശം ഈ 4 മണ്ഡലങ്ങൾ UDFന് സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നതും. ഇവിടെ ഈ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് സിറ്റിംഗ് MP UDFിലെ ശശി തരൂരിനേക്കാൾ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രസ്താവനയും മികച്ച പ്രതിച്ഛായ അദ്ദേഹത്തിനുണ്ട് എന്നും കേന്ദ്ര ഏജൻസിയൊക്കെ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. രാഷ്ട്രീയത്തിനും സമുദായ നേതൃത്വങ്ങളുടെ ആഹ്വാനങ്ങൾക്കും അപ്പുറം തീരദേശം അദ്ദേഹത്തെ പിന്തുണച്ചു എന്നുള്ളതാണ് പുതിയ നിഗമനങ്ങൾ. അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ V മുരളീധരൻ ബഹുദൂരം മുന്നിലെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ BJPക്ക് പ്രതീക്ഷിച്ചതുപോലെ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതകൾ വരുന്നുണ്ട്. വിവാദങ്ങളും ഒപ്പം തന്നെ BJPയിലെ പ്രശ്നങ്ങളുമൊക്കെ ഇതിനെ പ്രതികൂലമായിട്ട് പലപ്പോഴും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
2 മാസം മുമ്പുണ്ടായിരുന്ന ഒരു അനുകൂല തരംഗം അത് നഷ്ടമായെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ തൃശ്ശൂരിൽ നിന്നുണ്ടാകുന്നുണ്ട്. അവിടെ CS സുനിൽകുമാർ LDFിൻ്റെയും കെ മുരളീധരൻ UDFിൻ്റെയും സ്ഥാനാർത്ഥികളായതും സുരേഷ് ഗോപിയുടെ സാധ്യതകൾ ഇല്ലാതാക്കി എന്നുള്ളതാണ് വിലയിരുത്തൽ. പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി കഴിഞ്ഞ തവണ NDA നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കും എന്നുള്ളതായി വിജയിക്കുവാനുള്ള സാധ്യതയില്ല. വടകരയിലും കോഴിക്കോട്ടും BJPക്ക് വോട്ട് വർദ്ധിക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഒരു ചലനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസിന് ആലപ്പുഴയിൽ നേട്ടമുണ്ടാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു. ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ CPMന് തിരിച്ചടിയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആലപ്പുഴയിൽ നഷ്ടമാകും CPMന്. മുസ്ലിം ലീഗിന് മലബാറിൽ അടിതെറ്റില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന വടകരയിൽ വിജയം ഷാഫി പറമ്പിൽ തന്നെയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ KPCC പ്രസിഡന്റായിട്ടുള്ള K സുധാകരൻ്റെ വിജയവും ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന വയനാട്, അത് മത്സരിക്കുന്നതിൻ്റെ ഗുണം എല്ലാ തരത്തിലും ഇക്കുറിയും UDFന് കിട്ടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുക. അത്തരത്തിലുള്ള നിഗമനമൊക്കെ ഉണ്ട്. തിരഞ്ഞെടുപ്പിലെ അവസാനവട്ട പ്രചാരണം, ആ അവസാനവട്ട പ്രചരണം വിലയിരുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് ഈ പത്രവാർത്തകൾ ഒക്കെ പറയുന്നത്. താൻ ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്ന് തിരുവനന്തപുരം മണ്ഡലത്തിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായുള്ള ശശി തരൂർ കഴിഞ്ഞ ദിവസവും പ്രതികരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. പക്ഷേ ഇക്കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരും ഒപ്പമുള്ള നേതാക്കളുമൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് ശശി തരൂരും മാധ്യമങ്ങളോട് പറയുന്നത്. പക്ഷേ എത്രത്തോളം അതിൽ ശരിയുണ്ട്, എത്രത്തോളം വിശ്വാസമുണ്ട്, ആ തരൂരിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെയാണ് ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള വിധത്തിലുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് പക്ഷേ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കോൺഗ്രസിന് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്ത് UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരിന് വലിയ പ്രതീക്ഷയായിരുന്നു, വലിയ ആത്മവിശ്വാസമായിരുന്നു. വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇവിടുത്തെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടതും. അദ്ദേഹം 4ാമതും തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വരുത്തനായതുകൊണ്ടും BJPക്ക് അത്രയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്നതുകൊണ്ടും ഒപ്പം തന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ് താനെന്നുള്ള വിശ്വാസവും ശശി തരൂരിനുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയിലൂടെ അദ്ദേഹം ഇവിടെ വിജയിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷ ശശി തരൂരിനുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. മാത്രമല്ല കോൺഗ്രസ് നേതാക്കളടക്കം 20ൽ 20 സീറ്റുകൾ നേടുമെന്നുള്ള ഒരു വിശ്വാസം അവർക്കുമുണ്ടായിരുന്നു. പക്ഷേ അതും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം തള്ളിക്കളയുകയാണ്. പല സീറ്റുകളിലും BJPയുടെ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട്, വടകര അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ തന്നെ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന BJPയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. മാവേലിക്കര, ഒപ്പം തന്നെ ആറ്റിങ്ങൽ, പത്തനംതിട്ട മേഖലകളിലൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും BJPക്ക് എന്നല്ലാതെ വിജയിക്കുവാനുള്ള സാധ്യതയില്ല. ഫലത്തിൽ UDFനാണ് ഗുണം ചെയ്യുക. ഏകദേശം 14 മുതൽ 18 സീറ്റുകൾ വരെ UDFന് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നതാണ് അറിയാൻ കഴിയുന്നത്. CPMൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള അരൂർ സീറ്റിൽ ചിലപ്പോൾ KC വേണുഗോപാൽ ജയിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ ഇൻ്റലിജൻസ് പറയുന്നു. ആ റിപ്പോർട്ടുകൾ എത്രത്തോളം ഫലവത്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഇനിയും സമയമുണ്ട്. ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും.